നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമൂഹ്യ പ്രതിബദ്ധതയും സേവന മനോഭാവവും ആരോഗ്യരംഗത്ത് അനിവാര്യമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ റിസോനൻസ് എന്ന് നാമകരണം ചെയ്ത സംഘ ചിത്ര പ്രദർശനം ആരംഭിച്ചു. ഇരുട്ടടി ഘട്ടം ഘട്ടമായി 4 ദിവസത്തിനിടെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള ക്ഷേത്ര ട്രസ്റ്റുകളുടെയും മറ്റ് മതസ്ഥാപനങ്ങളുടെയും കൈവശമുള്ള സ്വർണം കേന്ദ്ര സർക്കാർ പണമാക്കാൻ പദ്ധതിയിടുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ കേന്ദ്രം നിഷേധിച്ചു. ഹാൻഡിലിൽ നിന്ന് കൈവിട്ട് ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചുള്ള അഭ്യാസം കാണിക്കുന്നവർക്ക് പൂട്ട് വീഴുന്നു. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ പ്രതി റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. സാമൂഹ്യ പ്രതിബദ്ധതയും സേവന മനോഭാവവും ആരോഗ്യരംഗത്ത് അനിവാര്യമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കണം എന്ന് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ചാൻസലറും കേരള ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തൃശൂർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തുള്ള സെനറ്റ് ഹാളിൽ നടന്ന സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ ബിരുദധാരികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് മികച്ച സേവനം നൽകുന്നതിനായി ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിൽ ആഴത്തിലുള്ള പ്രാവീണ്യം അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലോകപ്രശസ്ത തബല വിദ്വാൻ ഉസ്താദ് അല്ലാ രഖയുടെ ജീവിതം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഓരോ ജോലിയിലുമുള്ള വൈദഗ്ധ്യത്തിന്റെ പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചത്. നിങ്ങളുടെ വളർച്ച ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുക്കരുത്, അതിനപ്പുറം ചിന്തിക്കുകയും വ്യത്യസ്തമായ സമീപനത്തോടെ സമൂഹത്തിനും ജനങ്ങൾക്കും മികച്ച സേവനം നൽകുകയും വേണമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗം സാമൂഹിക പ്രതിബദ്ധത ആവശ്യമുള്ള ഒരു തൊഴിൽ മേഖലയാണെന്നും ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിവുള്ളവരാണെന്ന വിശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകരിൽ ഈ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിരുദദാന ചടങ്ങിൽ എടുത്ത പ്രതിജ്ഞ ജീവിതത്തിന്റെ ഭാഗമാക്കി ആത്മാർത്ഥതയോടെ ജനങ്ങളെ സേവിക്കണമെന്നും അദ്ദേഹം ബിരുദധാരികളോട് ആവശ്യപ്പെട്ടു. ജോലി ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്നാൽ ആരോഗ്യ പ്രവർത്തകർ വ്യത്യസ്തമായി ചിന്തിച്ച് വരുമാനം നേടുന്നതോടൊപ്പം തന്നെ സമൂഹ നന്മ ഉറപ്പാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നമൽ, രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ എസ് ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ എസ് അനിൽകുമാർ, അക്കാദമിക് ഡീൻ ഡോക്ടർ ആർ ബിനോജ്, റിസർച്ച് ഡീൻ ഡോക്ടർ കെ എസ് ഷാജി, സ്റ്റുഡൻസ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ ആർ ആശിഷ്, ആരോഗ്യശാസ്ത്രത്തിലെ 7 വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഫാക്കൽറ്റി ഡീൻമാർ, ഗവേണിംഗ് കൗൺസിൽ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ, മറ്റ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ, ബിരുദധാരികൾ, രക്ഷിതാക്കൾ, വിശിഷ്ടാതിഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സർവകലാശാലയുടെ 7 അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദം സ്വീകരിച്ചു. കേരളത്തിലെ 395 ആരോഗ്യശാസ്ത്ര സ്ഥാപനങ്ങളിൽ നിന്നായി മോഡേൺ മെഡിസിൻ, ഡെന്റൽ സയൻസസ്, ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നഴ്സിംഗ്, ഫാർമസി, അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നീ മേഖലകളിൽ നിന്നായി 7457 വിദ്യാർത്ഥികളാണ് ഈ കാലയളവിൽ ബിരുദം നേടിയത്. That is why we all are here. Today's oath is for this purpose. Today's pledge is for this purpose. Yes,
I have taken the oath, I have taken the pledge, I have taken the pratigna or sankalpa. It is in the interest of the society, it is in the interest of the people of this country, of this society. That pledge we have to have in our mind. And mind you, my dear friends, ചാലക്കുടി ചോല ആർട്ട് ഗ്യാലറിയിൽ റിസോനൻസ് എന്ന് നാമകരണം ചെയ്ത സംഘ ചിത്ര പ്രദർശനം ആരംഭിച്ചു. പ്രശസ്ത ശില്പി E.G. ചിത്ര, ചിത്രകാരി E.N. ശാന്തി എന്നിവർ ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ T.R. സുനിൽ ലാൽ അധ്യക്ഷനായി. പ്രശസ്ത ശില്പികളായ ജോസഫ് M. വർഗീസ്, M.K. ജോൺസൺ, ചിത്രകാരനായ വാസുദേവൻ പടുതോൾ, പാലസ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിൽസൺ കല്ലൻ, ചിത്രകാരനും നാടക പ്രവർത്തകനുമായ സുരേഷ് മുട്ടത്തി, ശശികുമാർ കതിരൂർ, KP ദീപ, സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചിത്രകാരനും പ്രിന്റ് മേക്കിംഗ് ആർട്ടിസ്റ്റുമായ TR സുനിൽ ലാലാണ് ചോല ആർട്ട് ഗ്യാലറിക്ക് വേണ്ടി പ്രദർശനം ഏകോപിപ്പിച്ചത്. കേരളത്തിലെ 5 ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കലാകാരനാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നായി 12 പേരുടെ 80ഓളം കലാസൃഷ്ടികളാണ് പ്രദർശനത്തിനുള്ളത്. വ്യക്തിഗത ആഖ്യാനങ്ങൾ ഒരു ഇടത്തിൽ വൈവിധ്യപൂർണമായ പ്രതിധ്വനി ഉണ്ടാക്കുന്നതിനെയാണ് റിസോനൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രദർശനം ജൂൺ 18 സമാപിക്കും. ഇരുട്ടടി ഘട്ടം ഘട്ടമായി 4 ദിവസത്തിനിടെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 90 പൈസ വീതമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ വില വർധനയാണിത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണ വില കുത്തനെ ഉയർന്നതിനെ തുടർന്നാണ് വീണ്ടും വില വർദ്ധിപ്പിച്ചത് എന്നാണ് എണ്ണ വിതരണ കമ്പനികൾ പറയുന്നത്. കൊച്ചിയിൽ പെട്രോൾ വില 109 രൂപ 73 പൈസ, 98 രൂപ 63 പൈസയാണ് പുതുക്കിയ ഡീസൽ വില. ദേശീയ തലസ്ഥാനത്ത് പെട്രോൾ വില ലിറ്ററിന് 97 രൂപ 77 പൈസയിൽ നിന്ന് 98 രൂപ 64 പൈസയായി ഉയർന്നു. ഡീസലിന് മുമ്പുണ്ടായിരുന്ന 90 രൂപ 67 പൈസയിൽ നിന്നും ഇപ്പോൾ 91 രൂപ 58 പൈസയായി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് മധ്യമേഖല യൂണിറ്റും ചാലക്കുടി നഗരസഭയും സംയുക്തമായി കാഴ്ച പരിമിതരായ ആളുകളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭ ജൂബിലി ഹാളിൽ നഗരസഭ അധ്യക്ഷ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. മധ്യമേഖല പ്രസിഡന്റ് അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ KK രാജു വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ക്ലാസ് നടത്തി. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സുബോധ്, മധ്യമേഖല സെക്രട്ടറി ഷാജു K. തോമസ്, നിർമ്മൽ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. ആ സാധനം തൃശ്ശൂർ ജില്ലാ പരിധിപ്പെട്ട അംഗപരിമിതമായ ആൾക്കാർക്ക് സൗജന്യമായിട്ട് തരാനുള്ള സംവിധാനം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതൊരു തത്വം എനിക്ക് തരാൻ അതിനോടുപരി കഴിഞ്ഞ ദിവസം ചില 2-3 പരിപാടി ഞാൻ പങ്കെടുത്തപ്പോൾ അപേക്ഷ വെച്ചാൽ അതായത് നമ്മുടെ ചാലക്കുടി തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് എറണാകുളം ജില്ലയുടെയും പ്രദേശമായ ചാലക്കുടിയിലെ ഏറ്റവും പ്രസിദ്ധമായ കലാകാരനായ കലാഭവൻ പാലക്കാട് രാജ്യത്തുടനീളമുള്ള ക്ഷേത്ര ട്രസ്റ്റുകളുടെയും മറ്റ് മതസ്ഥാപനങ്ങളുടെയും കൈവശമുള്ള സ്വർണം കേന്ദ്ര സർക്കാർ പണമാക്കാൻ പദ്ധതിയിടുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ കേന്ദ്രം നിഷേധിച്ചു. ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വർണം സർക്കാർ നടത്തുന്ന പണമാക്കൽ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നേക്കാമെന്ന് സമൂഹ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് സർക്കാർ അടിയന്തര വിശദീകരണവുമായി രംഗത്തെത്തിയത്. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ശേഖരത്തിന് പകരമായി ഗോൾഡ് ബോണ്ടുകൾ നൽകാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്ന വാർത്തകൾ ധനമന്ത്രാലയം നിഷേധിച്ചു. ക്ഷേത്ര സ്വർണം പണമാക്കാനുള്ള യാതൊരു നിർദ്ദേശത്തിനും അനുമതി നൽകിയിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ തികച്ചും വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതും ണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് സർക്കാർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം പുറത്തുവിട്ടത്. ക്ഷേത്ര ഗോപുരങ്ങൾ, വാതിലുകൾ, മറ്റു നിർമ്മിതികൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികൾ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്വർണ്ണ ശേഖരത്തിന്റെ ഭാഗമാക്കുമെന്ന പ്രചാരണങ്ങൾ കേന്ദ്ര മന്ത്രാലയം പൂർണ്ണമായും തള്ളി. ഇത്തരത്തിലുള്ള വാർത്തകൾ തികച്ചും തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ വ്യക്തമാക്കി. ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വർണം ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമാക്കാനുള്ള യാതൊരു നയവും നിലവിൽ പരിഗണനയിലെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു.
പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ എന്നിവയുടെ സംയുക്ത ഇന്റർ സെക്ടർ യോഗം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി ജൂൺ 28-ന് ജില്ലയിലെ 5 വയസ്സിന് താഴെയുള്ള 1,73,897 കുട്ടികൾക്ക് പോളിയോ നൽകും. പോളിയോ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ ആശുപത്രികൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ എന്നിവിടങ്ങളിലായി 1975 ബൂത്തുകളും 4000-ലധികം വളണ്ടിയേഴ്സിനെയും സജ്ജീകരിക്കും. യാത്രികർക്കായി ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലായി 32 ട്രാൻസിറ്റ് ബൂത്തുകളിലും അതിഥി തൊഴിലാളികൾക്കായി മൈഗ്രന്റ് സൈറ്റുകളിലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആദിവാസി ഉന്നതികൾ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പ്രത്യേകം സജ്ജമാക്കിയ മൊബൈൽ ടീം വഴി വീടുകളിലെത്തിയും വാക്സിൻ നൽകും. കേരളത്തിൽ 2000-ന് ശേഷവും ഇന്ത്യയിൽ 2011-ന് ശേഷവും പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ രോഗസാധ്യത ഒഴിവാക്കുന്നതിനായാണ് 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. യോഗത്തിൽ ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ക്യാമ്പയിൻ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കാൻ തീരുമാനിച്ചു. ക്യാമ്പയിൻ വഴി മെയ് 31-നകം 14 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒറ്റ ഡോസ് വാക്സിൻ എടുപ്പിക്കുന്നതിന് അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് അറിയിപ്പ് നൽകും. HPV വാക്സിനേഷൻ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭിക്കും. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NA ഷീജ വിഷയം അവതരിപ്പിച്ചു. വിവിധ വകുപ്പ് പ്രതിനിധികൾ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹാൻഡിലിൽ നിന്ന് കൈവിട്ട് ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചുള്ള അഭ്യാസം കാണിക്കുന്നവർക്ക് പൂട്ടുവീഴുന്നു. ഇത്തരം കൈവിട്ട കളികൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇരുചക്ര വാഹനങ്ങളുടെ ഹാൻഡിലിൽ 2 കൈകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ത്രിതല ഹാൻഡ്സ് ഫ്രീ സാങ്കേതിക വിദ്യ നിർമ്മാതാക്കൾ നിർബന്ധമായും വാഹനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റിയാണ് ഇതിനുള്ള കരട് തയ്യാറാക്കിയത്. വാഹന നിർമ്മാതാക്കളുടെ പ്രതിനിധികളും കമ്മിറ്റിയിലുണ്ട്. പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതോടെ ഇരുചക്ര വാഹനങ്ങളുടെ വിലയിൽ ചെറിയ തോതിലുള്ള വർധനവുണ്ടാകും. 8 സെക്കൻഡ് കഴിഞ്ഞിട്ടും കൈകൾ തിരികെ ഹാൻഡിലിൽ വെച്ചില്ലെങ്കിൽ വാഹനത്തിന്റെ വേഗം തനിയെ കുറയും. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൈ ഹാൻഡിലിൽ നിന്ന് മാറ്റിയാൽ 3 സെക്കൻഡിനുള്ളിൽ ഡിസ്പ്ലേ മുന്നറിയിപ്പും ഓഡിയോ അലർട്ടും മുഴങ്ങും. ഹാൻഡിലിൽ 2 കൈകളും കൃത്യമായി വെക്കാതെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ആകില്ല. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ പ്രതി റിമാൻഡിൽ. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടി മുരിങ്ങൂർ തെക്കുമുറി പുല്ലൻ വീട്ടിൽ കുട്ടിച്ചാത്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 40 വയസ്സുള്ള ഫിജോ ജോസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 13-ന് രാത്രി 9 മണിയോടെ അതിജീവിതയ്ക്ക് വാടകയ്ക്ക് വീടെടുത്ത് നൽകാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി രാത്രി 11 മണിയോടെ അതിരപ്പള്ളിയിലുള്ള ഗ്രീൻ സൈറ്റ് എന്ന റിസോർട്ടിലെത്തിച്ച് MDMA കലർന്ന വെള്ളം കുടിക്കുവാൻ നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ 1 പവൻ വീതം തൂക്കമുള്ള ഒരു സ്വർണ്ണമാലയും ഒരു സ്വർണ്ണവളയും കവർച്ച ചെയ്യുകയും ചെയ്ത സംഭവത്തിനാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ കൊടകര വാസുപുരം സ്വദേശി വെട്ടിക്കൽ വീട്ടിൽ 44 വയസ്സുള്ള റഷീദ്, മലപ്പുറം പെരിന്തൽമണ്ണ മൂർക്കനാട് പള്ളിപ്പടി സ്വദേശി ആത്ത വീട്ടിൽ ഡൂഡ് എന്നറിയപ്പെടുന്ന 23 വയസ്സുള്ള ജലാലുദ്ദീൻ, അതിരപ്പള്ളി വെറ്റിലപ്പാറ 13 ചിക്ലായി സ്വദേശി കളിക്കാട്ടിൽ വീട്ടിൽ 36 വയസ്സുള്ള ജോബിൻ എന്നിവരെ മുമ്പ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഒളിവിൽ പോയ ഫിജോ ചാലക്കുടി കൂടപ്പുഴയിൽ വന്നിട്ടുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചത് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഫിജോ ചാലക്കുടി, കൊരട്ടി, കാലടി, അങ്കമാലി, വേങ്ങര, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 കവർച്ച കേസിലും സ്ത്രീ ആക്രമിച്ച മാനഹാനി വരുത്തിയ കേസിലും 9 മോഷണ കേസുകളിലും അടക്കം 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. റഷീദ് 2016 തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ വെച്ച് സ്ത്രീയെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലും കൊടകര, ഇരിയാലക്കുട, വലപ്പാട്, വെള്ളിക്കുളങ്ങര, തൃശൂർ വെസ്റ്റ്, വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 1 കവർച്ച കേസിലും 2 വധശ്രമം കേസിലും 2 അടിപിടി കേസിലും 1 മോഷണ കേസിലും 2 തട്ടിപ്പ് കേസിലും ആയുധ നിയമപ്രകാരമുള്ള 3 കേസിലും ജയിൽ തടവിൽ കഴിയവേ
മൊബൈൽ ഫോൺ ഉപയോഗിച്ച 3 കേസുകളിലും പണം പന്തയം വെച്ച് ചീട്ട് കളിച്ച കേസിലും പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയ ഒരു കേസിലും അടക്കം 16 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ജലാലുദ്ദീൻ 2 മോഷണ കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക പ്രവൃത്തി ചെയ്ത ഒരു കേസിലും അടക്കം 4 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ബെന്നി KP, SI-മാരായ TB സുനിൽകുമാർ, സതീശൻ മടപ്പാട്ടി, PM മൂസ, ASI-മാരായ KU വിനോദ്, ASI VU സിൽജോ, PM ഷിയാസ്, AU റെജി, MJ ബിനു, KS സുനീഷ്, CPO EA ശ്രീജിത്ത് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വെള്ളിക്കുളങ്ങര കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിലുള്ള ശിവക്ഷേത്രത്തിന്റെ മുൻപിലായി സ്ഥാപിച്ചിട്ടുള്ള 6 അടി ഉയരമുള്ള ഓടിന്റെ ദീപസ്തംഭവും 16 തൂക്കുവിളക്കുകളും മോഷണം പോയി. വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. അതിരപ്പിള്ളി, പരിയാരം, കോടശ്ശേരി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കാട്ടാന ശല്യം തടയുന്നതിന് ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വനം വകുപ്പിന് അടിയന്തര നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കാട്ടാനകളുടെ വർധനവ് തടയുന്നതിന് നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തെക്കൂടൻ സുബ്ബരന്റെ കുടുംബത്തിന് നൽകേണ്ട നഷ്ടപരിഹാര തുക എത്രയും വേഗം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് KM ജോസ്, വൈസ് പ്രസിഡന്റ് വർഗീസ് പൊറായി, ട്രഷറർ ഓമന ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യ പ്രതിബദ്ധതയും സേവന മനോഭാവവും ആരോഗ്യരംഗത്ത് അനിവാര്യമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ റിസോനൻസ് എന്ന് നാമകരണം ചെയ്ത സംഘ ചിത്ര പ്രദർശനം ആരംഭിച്ചു. ഇരുട്ടടി, ഘട്ടം ഘട്ടമായി 4 ദിവസത്തിനിടെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള ക്ഷേത്ര ട്രസ്റ്റുകളുടെയും മറ്റ് മതസ്ഥാപനങ്ങളുടെയും കൈവശമുള്ള സ്വർണം കേന്ദ്ര സർക്കാർ പണമാക്കാൻ പദ്ധതിയിടുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ കേന്ദ്രം നിഷേധിച്ചു. ഹാൻഡിലിൽ നിന്ന് കൈവിട്ട് ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചുള്ള അഭ്യാസം കാണിക്കുന്നവർക്ക് പൂട്ട് വീഴുന്നു. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ പ്രതി റിമാൻഡിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.